ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കട്ട്ലേറ്റ് ആണ്. കടയിൽ കിട്ടുന്നതിനേക്കാട്ടിലും അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ 200 ഗ്രാം ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. സവാള 2 മീഡിയം സൈസ്, 1 കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 2 മീഡിയം സൈസ് കിഴങ്ങ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, ഗരം മസാലപ്പൊടി, കടുക്, വെളിച്ചെണ്ണ. ആദ്യം തന്നെ കിഴങ്ങ് 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 4-5 വിസിൽ അടിക്കണം. 4-5 വിസിൽ അടിച്ച് വരുമ്പോഴത്തേന് നമ്മുടെ ചിക്കനും കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ടാവും. ഇനി 2 മീഡിയം സൈസ് സവാള എടുത്തിരിക്കുന്നത് കനം കുറഞ്ഞ് നീളത്തിൽ സ്ലൈസ് ചെയ്ത് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് സവാളയെല്ലാം അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം പച്ചമുളക് നല്ല വട്ടത്തിൽ കനം കുറഞ്ഞുകൊണ്ട് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കണം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് പാൻ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേന് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ചേർക്കണം. മുമ്പ് ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് വേണം ഇതിനകത്തിലും ചേർക്കാൻ. അപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്, വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ഫിസിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. 4-5 ഫിസിലടിച്ചു. നമ്മുടെ ഇറച്ചിയും കൂടെ തന്നെ കിഴങ്ങും വെന്ത് കിട്ടിയിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇറച്ചി എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇറച്ചി വേറെ മാറ്റി നമ്മുടെ കിഴങ്ങും സെപ്പറേറ്റ് മാറ്റണം. ചിക്കൻ ഒന്ന് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഇതേ പരുവത്തിൽ നമ്മുടെ ചിക്കൻ എടുക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ല പോലെ ഉടയ്ക്കേണ്ട, ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ വഴറ്റി സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് ഇളക്കാം. ഇളതിന് ശേഷം ഇതിനകത്തിലേക്ക് കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. ഇറച്ചിയും കിഴങ്ങും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പോ കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലും കുറവായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചേർക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതൊന്ന് എടുക്കാനായിട്ട് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 10-20 റസ്ക് നമുക്ക് പൊടിച്ചെടുക്കണം. 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ചിക്കൻ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഒന്നാക്കിയെടുക്കണം. ഞാൻ ഇവിടെ ബോൾസായിട്ടും ഓവലിലും സർക്കിളും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്കിതെടുക്കാം. ഒന്നിനും ഒരു കുഴപ്പമില്ല. കട്ടിക്കൂട്ടിയോ കട്ടിയില്ലാതെയൊക്കെ എടുക്കാം. നമ്മളിനി ഇത് എല്ലാ ഉരുളകളും ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ ടിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബീറ്റ് ചെയ്ത മുട്ട, റസ്ക് പൊടി, നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഓരോ കോട്ടിങ് വീതം ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മുട്ടയിലേക്കൊന്ന് മുക്കി റസ്ക് പൊടിയിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മുടെ എണ്ണ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഇടുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ഇടുക. ഇട്ടതിന് ശേഷം ഒരു ലോ ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഉള്ളിലെ ഫില്ലിങ്സ് എല്ലാം വെന്തതുകൊണ്ട് തന്നെ റസ്ക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് കോരിയെടുക്കണം. നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ അത് ബ്രൗൺ കളറായി മാറും. അപ്പം നമുക്കങ്ങനെ അടുത്തത് എല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കടയിൽ കിട്ടുന്നതിനേക്കാളും അടിപൊളി രുചിയാണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കൂടെ തന്നെ നമുക്ക് സോസ് കൂട്ടി കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.